കൗമാരക്കാരുടെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു പ്രശ്നമാണ് മുഖക്കുരു. കൗമാരത്തിൻ്റെ ആദ്യ ദശയിൽ തന്നെ ഉണ്ടാകുന്ന മുഖക്കുരു യൗവനത്തിലെത്തുന്നത് വരെ മുഖത്തൊരു പ്രശ്നമായി തന്നെ കിടക്കും. ഒന്ന് പോയാൽ മറ്റൊന്ന് എന്ന രീതിയിൽ മുഖക്കുരു പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. മുഖക്കുരു പൊട്ടിക്കാൻ കണ്ണാടിക്ക് മുൻപിൽ മണിക്കൂറുകളോളം ചെലവിടുന്ന കുട്ടികൾ നമ്മുടെ തന്നെ വീടുകളിൽ ഉണ്ടാകാറില്ലേ? അല്ലെങ്കിൽ നമ്മളും ഈ മുഖക്കുരു കാരണം എത്രനാൾ ടെൻഷൻ അടിച്ച് നടന്നിട്ടുണ്ടാകും? ആദ്യമേ പറയട്ടെ, മുഖക്കുരു ഒരിക്കലും പൊട്ടിക്കാൻ ശ്രമിക്കരുത്. മുഖക്കുരു പൊട്ടിച്ചാൽ മുഖത്ത് കറുത്ത പാടുകളോ ചിലപ്പോൾ ചെറിയ കുഴികളോ ആയി മാറിയേക്കും. മുഖക്കുരു മാറാൻ മാർക്കറ്റിൽ പലതും ലഭ്യമാണെങ്കിലും അതൊന്നും ശാശ്വതമായ പരിഹാരം നൽകുകയില്ലെന്ന് മനസ്സിലാക്കുക. നഖം ഉപയോഗിച്ച് മുഖക്കുരു പൊട്ടിക്കുമ്പോൾ അതിനുള്ളിലെ പഴുപ്പ് മറ്റിടങ്ങളിലേക്ക് പടരും. ചില ഫേസ് ക്രീമുകൾ അടങ്ങിയ രാസവസ്തുക്കൾ കൊണ്ട് മുഖക്കുരു വരാൻ സാധ്യതയുണ്ട്. മുഖക്കുരുവിന് മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ചർമ്മരോഗ വിദഗ്ധനെ കാണുന്നത് നല്ലതാണ്. എരിവ്, പുളി, മസാല എന്നിവ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് മുഖക്കുരു കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ ചായ, കാപ്പി, എണ്ണപ്പലഹാരങ്ങൾ എന്നിവ അധികമായാലും മുഖക്കുരു പ്രത്യക്ഷപ്പെടാം. ആഹാരത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. മുഖക്കുരു പൊട്ടിച്ച ശേഷം ഉണ്ടാകുന്ന കറുത്ത പാട് നീങ്ങാൻ വേപ്പില, മഞ്ഞൾ എന്നിവ അരച്ച് പുരട്ടുന്നത് നല്ലതാണ്. ദിവസവും 8 ഗ്ലാസ് വെള്ളം വരെ കുടിക്കാൻ ശ്രദ്ധിക്കണം. മുഖം കഴുകാൻ കടലപ്പൊടി, ചെറുപയർ പൊടി എന്നിവ ഉപയോഗിക്കുക. കുളിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് ഇവ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. നേർപ്പിച്ച ചെറുനാരങ്ങ നീരിൽ മുഖം കഴുകുന്നത് നല്ലതാണ്. എണ്ണമയമുള്ള മുഖമാണ് മറ്റൊരു തലവേദന. വൃത്തിയുള്ള തുണി കൊണ്ട് അമർത്തി തുടച്ചാൽ എണ്ണമയം നീങ്ങും.